ഗൈസ് അങ്ങനെ ദുബായ് വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇത്. അൺഎംപ്ലോയ്മെൻറ്റ് ഇതാ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 2-3 നേരത്തോണ്ട് CV എടുത്തു. അതിനിടയ്ക്കൊന്ന് വിശന്നപ്പോൾ കയറി ഒന്ന് കുറച്ച് പുട്ടും കടലയും കഴിച്ചു. നാട്ടിൽ പട്ടി വരെ ഉണ്ടായിരുന്ന പുട്ടും കടലയും ഇവിടെ വന്നിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കേണ്ടി വന്നു. കൊള്ളായിരുന്നു. അതങ്ങനെയാണല്ലോ നാട്ടിൽ വിലയില്ലാത്ത പലതിനും ഇവിടെ വരുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കുതിരയുടെ ദിലീപിൻ്റെ നടക്കുന്ന ഈ ഒരു സാധനം എപ്പോഴും കൈ കൊണ്ടു നടക്കുന്ന ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ. വേറൊന്നുമില്ല. ഇതിനകത്താണ് നമ്മുടെ പാസ്പോർട്ട്, പിന്നെ നമ്മുടെ ഒരു കുട, പിന്നെ എന്തായിരുന്നു പിന്നെ നമ്മുടെ പേഴ്സണിനകത്ത് വെച്ചേക്കുന്നത് സേഫായിട്ട് വെക്കണമല്ലോ. ഏത് നമ്മുടെ ബാഗിലപ്പോൾ കണ്ടോ, ബാഗിനകത്ത് വെച്ചൊരു ബുക്കാണിത്. ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കി റിച്ച് ആവാം എന്നൊരു ഫൈനലെടുത്തുള്ള ബുക്കാണ്. അപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ ബുക്ക് വെറുതെ ഇരിക്കും. പക്ഷേ വായിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിലാണുള്ളത്. റൂമിലല്ലേ, ബെഡ് സ്പേസ്. ഓക്കെ, ബെഡ് സ്പേസിൽ അപ്പോൾ നമ്മുടെ ബെഡ് സ്പേസിൽ മൊത്തം എത്ര ടോട്ടൽ ഞാൻ ഉൾപ്പെടെ 6 പേരുണ്ട്. എൻ്റെത് 2ാമത്തെ നിലയിലാണ് ബെഡ് സ്പേസ്. സ്വന്തമായ ഒരു വലിയ മുറിയിൽ താമസിച്ചിരുന്ന ഞാൻ പിന്നെ കയറുന്നത് ഈ ഒരു 6 പേരുള്ളൊരു ബെഡ് സ്പേസിലേക്കാണ്. ഇതാണ് എൻ്റെ റൂം. ഇത് ഓക്കെ, ബെഡ് സ്പേസ് ആയി കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ജോലിയായി കിട്ടിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ നാട്ടിലുള്ള ഏകദേശം, അതായത് ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രവാസിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്കിത് ഡയറക്റ്റ് കണ്ട് അറിയാനായിട്ട് സാധിച്ചു. നമ്മൾ നാട്ടിൽ പ്രവാസി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര അവിടെ ലക്ഷറി ലൈഫാണ്, അതാണ് ഇതാണ് നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊന്നുമല്ല. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടായി. എൻ്റെ ജീവിതം ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കും അതിനുള്ള മാറ്റം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ കഥകളായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എന്തായാലും ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, കിട്ടുമായിരിക്കും. അപ്പോൾ ജോലി കിട്ടുമോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മുടെ പേജും ചാനലും സാധന സാമഗ്രികളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോ നേരെ ഇറ്റ്സ് മീ അഭിജിത്ത്. ബൈ.